വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതോടെ തുടർ നടപടികളിലേക്ക് കടന്ന SFIO പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും. അതേസമയം ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ EDയും കേസിൽ അന്വേഷണം തുടങ്ങി. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് 24-നോട് പറഞ്ഞു. മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കുകയാണ് ആദ്യ നടപടി. കുറ്റപത്രം 3 മാസം മുൻപ് തയ്യാറായിരുന്നതായാണ് വിവരം. ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നടക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ അനുമതിക്കായി റിപ്പോർട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് SFIO സമർപ്പിച്ചിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പച്ചക്കൊടി കാട്ടുകയും ഡൽഹി ഹൈക്കോടതി സ്റ്റേ ആവശ്യം തള്ളുകയും ചെയ്തതോടെ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നതോടെ തങ്ങൾ രജിസ്റ്റർ ചെയ്ത കേസിൽ ED അന്വേഷണം ആരംഭിച്ചു. SFIOയിൽ നിന്നും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ED തേടിയിട്ടുണ്ട്. പ്രതികളെ EDയും വൈകാതെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. ഇതിനിടെ SFIO കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകളേറെയാണ്. 24 തിരുവനന്തപുരം. SFIO നടപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും പ്രതിരോധ വലയം തീർക്കുകയാണ് CPM നേതാക്കൾ. വീണ വിജയനെ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്നും രാഷ്ട്രീയമായി അതിനെ നേരിടും എന്നുമാണ് CPM നിലപാട്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പറഞ്ഞു. SFIO അന്വേഷണം സ്റ്റേ ചെയ്യാൻ CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ തിടുക്കപ്പെട്ട് കുറ്റപത്രം നൽകിയതിൽ ദുരൂഹതയെന്ന് CPIM കരുതുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതി ചേർത്തത് പാർട്ടിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമെന്നാണ് CPIM വിലയിരുത്തൽ. കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി നൽകിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വ ശക്തിയായി പ്രവർത്തിക്കുന്ന CPIMനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ഈ രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിലുള്ള കേന്ദ്ര ഏജൻസി നീക്കത്തെയും സംശയത്തോടെയാണ് പാർട്ടി കാണുന്നത്. കേസിനെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPIM. Well, we've already stated it earlier also. If they think they can target the chief minister by doing such things against his family members, we are prepared to face it, and I'm sure this will be fought politically and legally. കേന്ദ്ര ഏജൻസിയുടെ നീക്കം മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള ശ്രമമാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം. From the very beginning we are saying how the central agencies, how various agencies are being utilized against Chief Minister's office, Chief Minister's family, Chief Minister himself. If there's anything that they will take the legal recourse and will fight it, no problem. പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി PB CC തെരഞ്ഞെടുപ്പുകൾ ദിവസങ്ങൾക്കകം നടക്കാനിരിക്കെയാണ് പിണറായി വിജയനെയും മകളെയും പ്രതിരോധിച്ച് നേതാക്കൾ കൂട്ടമായി രംഗത്തെത്തുന്നത് എന്നും ശ്രദ്ധേയം. 24 മധുര. അതേസമയം മാസപ്പടി കേസിൽ വീണ വിജയനെ SFIO പ്രതി ചേർത്തതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് UDF തയ്യാറെടുക്കുകയാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയിൽ രണ്ടു നീതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SFIO കുറ്റപത്രത്തിലെ വിവരങ്ങളും വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ രാജിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാജിവെച്ച് പുറത്തു പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം. രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. മാസപ്പടിയിൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പണം കൊടുത്ത കമ്പനി തന്നെയാണ് സേവനമൊന്നും നൽകിയില്ലാതെ പറഞ്ഞത്. അതിനെങ്ങനെ അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത്? അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് പോരാടട്ടെ. പക്ഷേ ഇത് വായിക്കുന്ന ജനങ്ങളും നാട്ടിലെ ആളുകൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ നടന്നത് ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് BJPയുടെയും തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയനെതിരെ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസും BJPയും
സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. 24 തിരുവനന്തപുരം. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ചെങ്കടലായി മധുര. കേന്ദ്ര സർക്കാരിനെ നവ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം CPM പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠേന അംഗീകരിച്ചു. സ്വകാര്യ സർവകലാശാലയ്ക്കും പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം അംഗീകാരം നൽകി. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പ്രതിനിധികൾ കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം മുഴക്കി. കേരള സർക്കാർ രാജ്യത്ത് ഒരു ബദലാണെന്ന പാർട്ടി കോൺഗ്രസ് പ്രമേയം. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ 11 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്ക് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നവഫാസിസ്റ്റ് തന്നെയെന്ന പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ആവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാനുള്ള കേരള നിലപാടിന് പാർട്ടി കോൺഗ്രസിൽ അംഗീകാരം ലഭിച്ചു. സംവരണ തത്വങ്ങൾ ഉൾപ്പെടെ പാലിക്കപ്പെടുമെന്നും സ്വകാര്യ സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയനുകൾ ഉണ്ടാകുമെന്നും മറുപടി പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ പുറത്തേക്കുള്ള ഒഴുക്ക് തടയുകയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. ഗസയിലെ ഇസ്രയേൽ വംശഹത്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠേന പാസാക്കി. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അവതരിപ്പിച്ച പ്രമേയത്തെ മുഴുവൻ പ്രതിനിധികളും കഫിയ അണിഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയാണ് അംഗീകരിച്ചത്. PB അംഗം BV രാഘവലു പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാളെ നടക്കുന്ന പൊതുചർച്ചയിൽ കേരളത്തിൽ നിന്നും PK ബിജു, ഡോക്ടർ R ബിന്ദു, PM മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിക്കും. കേരളം മാതൃകയാക്കിയുള്ള രാജ്യവ്യാപക പ്രചരണത്തിനാണ് പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയം ആഹ്വാനം ചെയ്യുന്നത്. കേരളത്തിൽ തുടർ ഭരണം തന്നെയാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറി. MA ബേബിയെ കൂടാതെ BV രാഘവലു, അശോക് ദാവളെ, മുഹമ്മദ് സലീം എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അവസാന മണിക്കൂറുകളിൽ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ MA ബേബി പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തും. എന്നാൽ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് പ്രചരിക്കുന്നത് അഭ്യൂഹങ്ങൾ മാത്രമെന്നാണ് മുഹമ്മദ് സലീമിന്റെ പ്രതികരണം. സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത നിര്യാണത്തിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ പകരക്കാരനായിരുന്ന ചർച്ചകൾ CPIM-ൽ തുടങ്ങിയിരുന്നു. ബൃന്ദ കരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായത്തിനായിരുന്നു ആദ്യഘട്ടത്തിൽ മുൻതൂക്കം. എന്നാൽ ബൃന്ദ കരാട്ടും നേതൃത്വവും അതിൽ താൽപര്യം കാട്ടിയില്ല. ബൃന്ദ കരാട്ട് അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന സൂചനകൾ പോലും ഒഴിവാക്കാനാണ് അവരെ PB കോർഡിനേറ്റർ ആക്കാതിരുന്നത്. മഹാരാഷ്ട്രയിലെ കർഷക സമരങ്ങളിലൂടെ ശ്രദ്ധേയനായ അശോക് ദാവ്ലെയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിന്റെ സാധ്യതകളും CPIM പരിശോധിച്ചിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദാവ്ലെ അവിടെ തുടരുന്നതാണ് ഗുണകരമെന്ന വിലയിരുത്തൽ അതും മാറ്റിവെച്ചു. പ്രായപരിധിയിൽ ഒഴിയുന്നവരെ മാറ്റി നിർത്തിയാൽ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ നേതാവാണ് BV രാഘവലു. എന്നാൽ ആന്ധ്രയിലെ ചാനൽ കൈമാറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രാഘവലുവിന് തിരിച്ചടിയാണ്. ഒരു ഘട്ടത്തിൽ PB അംഗത്വം രാജിവെച്ചതും രാഘവലുവിന് തടസ്സമായി മാറി. ബംഗാൾ ഘടകത്തിനും BV രാഘവലുവിനോട് മമതയില്ല. ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ. എന്നാൽ മുഹമ്മദ് സലീമിനെ ഡൽഹിക്ക് കൊണ്ടുവരുന്നത് തിരിച്ചുവരവിന് കഠിന ശ്രമം നടത്തുന്ന ബംഗാളിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് നേതൃത്വം കാണുന്നത്. അതോടെ മുഹമ്മദ് സലീമിന്റെ വഴിയും അടഞ്ഞു. Last day, the central committee will be elected. Once the central committee will be elected, the central committee will elect in turn the general secretary. By that time, I don't think you should have any gossip. ഇതോടെയാണ് സ്വാഭാവിക സാധ്യതയായി കേരളത്തിൽ നിന്നുള്ള MA ബേബി മാറുന്നത്. കേന്ദ്ര സെക്രട്ടറി അംഗമായ കാലം മുതൽ ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള MA ബേബി പോളിറ്റ് ബ്യൂറോയിലും സീനിയറാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകമായ കേരളത്തിന്റെ പിന്തുണ MA ബേബിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന വികാരത്തിലാണ്. എന്നാൽ കേരളത്തിലെ പാർട്ടിയുടെ അവസാന വാക്കായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഇതുമാത്രമാണ് MA ബേബിയുടെ സാധ്യതകൾക്ക് മുന്നിലുള്ള ആശങ്ക. പിണറായി വിജയൻ പിന്തുണച്ചാൽ MA ബേബി ഉറപ്പായും ജനറൽ സെക്രട്ടറിയാകും. പിണറായി പിന്തുണച്ചില്ലെങ്കിൽ കേരള പാർട്ടിയിൽ അത് വലിയ ഭിന്നതയ്ക്ക് വഴിവെക്കുകയും ചെയ്യും. മധുരയിൽ നിന്ന് R ശ്രീജിത്ത്, 24. ദേവികുളം മുൻ MLA-യും CPM നേതാവുമായിരുന്ന S രാജേന്ദ്രൻ NDA-യിലേക്ക്. NDA ഘടകകക്ഷിയായ RPI അത്താവലെ വിഭാഗത്തിന്റെ ഭാഗമാകും. രാജേന്ദ്രന്റെ പദവി സംബന്ധിച്ച് പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് RPI ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ രാംദാസ് അത്താവലെ 24-നോട് പറഞ്ഞു. NDA മുന്നണിയുടെ ഭാഗമായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്താവാലെ വിഭാഗത്തിലേക്കാണ് S രാജേന്ദ്രൻ എത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് രാംദാസ് അത്താവാലെയും S രാജേന്ദ്രനും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് വിവരം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്താവാലെ വിഭാഗവുമായി S രാജേന്ദ്രൻ മാസങ്ങളായി ചർച്ച നടത്തി വരികയായിരുന്നു. രാജേന്ദ്രന്റെ പദവികൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണെന്ന്
രാംദാസ് അത്താവാലെ പറഞ്ഞു. Rajendran is joining our party. I am also very happy to he has taken the decision to join our RPI, Republican Party of India, and our party will be strengthened. Our party should be very strong in Kerala state. What is the position in party in Rajendran in Kerala? That will decide. BJP നേതാവ് എൻ ഹരിയാണ് എസ് രാജേന്ദ്രനെ NDA പാളയത്തിലെത്തിക്കാൻ ആദ്യഘട്ടം മുതൽ ചുക്കാൻ പിടിച്ചത്. CPIയുമായി കുറെ കാലമായി അകൽച്ചയിലാണ് എസ് രാജേന്ദ്രൻ. ഇതിനിടെ BJP നേതാക്കൾക്കൊപ്പം എസ് രാജേന്ദ്രൻ പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയത്തെ BJP നേതാവ് എൻ ഹരിയുടെ വീട്ടിൽ നടന്ന പൂജയിലാണ് പങ്കെടുത്തത്. കുമ്മനം രാജശേഖരൻ, MT രമേശ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് ചടങ്ങിലെത്തിയത്. 24 കൊച്ചി. തമിഴ്നാട് BJP പ്രസിഡന്റ് സ്ഥാനം കെ അണ്ണാമലൈ ഒഴിയുന്നു. വീണ്ടും പ്രസിഡന്റാകാനില്ലെന്നും പുതിയ അധ്യക്ഷനെ പാർട്ടി കൂട്ടായി തീരുമാനിക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMKയുമായി സഖ്യമുണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് BJPയുടെ ഈ നീക്കം. புதிய மாநில தலைவருக்கான போட்டியில் நான் இல்லை. சரியானே? அடுத்தது அது ஏன் இன்னைக்கு நாளைக்கு நீங்க அப்படியே ஒரு நியூஸை போட்டு அண்ணாமலை டெல்லி போறாரு, அண்ணாமலை இவரை கை காட்டினாரு, அண்ணாமலை இவரை கை காட்டல, இந்த எந்த வம்பு சண்டைக்கு நான் வரலீங்கன்னா நான் போட்டியில் இல்லை. ഒടുവിൽ അണ്ണാമലൈ തന്നെ സമ്മതിച്ചു. അധ്യക്ഷ പദവിയിലേക്കുള്ള മത്സരത്തിൽ താനില്ല. മത്സരരംഗത്ത് നിന്ന് സ്വയം ഒഴിഞ്ഞുവെന്ന് അണ്ണാമലൈ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യം അവസാനിപ്പിച്ച BJPയും AIADMKയും വീണ്ടും കൈകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ച അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമി മുന്നോട്ടുവച്ച പ്രധാന ആവശ്യം അണ്ണാമലയെ മാറ്റി നിർത്തണമെന്നായിരുന്നു. MGRനെയും ജയലളിതയും അടക്കം അണ്ണാമലൈ നേരത്തെ വിമർശിച്ചിരുന്നു. അണ്ണാമലൈ നേതൃസ്ഥാനത്ത് ഉള്ളപ്പോൾ സഖ്യം തുടരാനാകില്ലെന്ന EPSന്റെ വാദം അമിത്ഷാ അംഗീകരിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇരുകൂട്ടർക്കും സഖ്യം അനിവാര്യമാണ്. ജാതി സമവാക്യങ്ങൾ കണക്കിലെടുത്ത് നയനാർ നാഗേന്ദ്രനോ എൽ മുരുകനോ അധ്യക്ഷ സ്ഥാനത്തേക്കെത്തും. 24 ചെന്നൈ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കനത്ത മഴയിൽ പാലക്കാട് വാടാനംകുറിശ്ശിയിലെ കടകളിൽ വെള്ളം കയറി. റോഡിന്റെ നിർമ്മാണം നടക്കുന്നതിലാണ് വെള്ളം കടകളിലേക്ക് കയറിയത് എന്നാണ് വ്യാപാരികളുടെ പരാതി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീജിത്ത്, കനത്ത മഴയാണോ അവിടെ പെയ്തത്, അതോ ഈ റോഡിന്റെ നിർമ്മാണത്തെ തുടർന്ന് ചെറിയ മഴ പെയ്യുമ്പോഴേക്കും ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണോ? എന്താണ് സംഭവിച്ചത്? വിജയകുമാർ രണ്ടാമത് പറഞ്ഞത് ശരിയാണ്. ചെറിയ മഴ പെയ്യുമ്പോഴേക്കും തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഈ പറയുന്നത് പോലെ വാടാനംകുറിശ്ശി വില്ലേജ് പരിസരം മുതൽ നീള ആശുപത്രി വരെയൊക്കെ സ്ഥിരമായി സംഭവിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്തു. അതിന്റെ ഒരു പ്രതിഫലനമാണ് കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ കടകളിലേക്കൊക്കെ കുറച്ച് താഴ്ന്ന ഭാഗങ്ങളിലുള്ള കടകളിലേക്ക് പൂർണ്ണമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് സ്ഥിരമായി ഇങ്ങനെ ഒരു അവസ്ഥയാണ്, വേനൽമഴ പെയ്തു തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയാണെന്നാണ് അവിടുത്തെ വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. പാത നിർമ്മാണം, സംസ്ഥാന പാത നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ മേഖലയിൽ ഒരു മേൽപ്പാലത്തിന്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. സ്വാഭാവികമായി അത് തീർന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലൊരു പരിഹാരം ഇതിനുണ്ടാവുകയുള്ളൂ. പക്ഷെ അക്കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടെന്നൊരു ആക്ഷേപം അവർ ഈ വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ്. ഒരു ഡ്രൈനേജ് സംവിധാനം ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ വെള്ളം കയറാതിരിക്കേണ്ട ഒരു ആവശ്യം അവർ ഉന്നയിച്ചു കഴിഞ്ഞു. പട്ടാമ്പി MLA അടക്കം വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കുറച്ച് കഷ്ടമാണ്. നാളെ രാവിലെ അത് വൃത്തിയാക്കാതെ അവർക്ക് ആ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അതെ, ഈ ദൃശ്യങ്ങൾ പാലക്കാട് വാടാനംകുറിശ്ശിയിലാണ്. അവിടെ ഒരു മഴ പെയ്യുമ്പോഴേക്കും കടകളിലേക്ക് വെള്ളം കയറുകയാണ്. റോഡിന്റെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം എന്നാണ് വ്യാപാരികൾ പരാതിപ്പെടുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. ഭരണഘടനയ്ക്കെതിരായ മോദി സർക്കാരിന്റെ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ബില്ലിനെ പിന്തുണച്ച പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് NDA സഖ്യകക്ഷിയായ JDUവിൽ കൂട്ടരാജി. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് നിയമ നടപടിയിലേക്ക് തിരിഞ്ഞത്. ബിൽ മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വഖഫ് ബിൽ മുസ്ലിം സമുദായത്തോടുള്ള വിവേചനമാണെന്നും ഹർജിയിൽ പറയുന്നു. വഖഫ് നിയമ ഭേദഗതി ബിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം ബില്ലിനെ ചൊല്ലി NDAയിൽ പൊട്ടിത്തെറി. ബില്ലിനെ പിന്തുണച്ച പാർട്ടി നിലപാട് ചോദ്യം ചെയ്ത് JDUവിൽ കൂട്ടരാജിയുണ്ടായി. വഖഫ് ബില്ലിന്മേൽ വിശദമായ ചർച്ചകളാണ് നടന്നതെന്നും എന്നിട്ടും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ ആവർത്തിച്ചു. വിനീത VG 24 ഡൽഹി.
വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് നാടകീയ നീക്കങ്ങൾ. ബില്ലിനെതിരായ നിയമസഭയുടെ പ്രമേയം BJP പ്രവർത്തകർ പ്രതീകാത്മകമായി കടലിലൊഴുക്കി പ്രതിഷേധിച്ചു. ആവശ്യമെങ്കിൽ മുനമ്പത്ത് ഭൂമി ഏറ്റെടുക്കാൻ നിയമനിർമ്മാണം നടത്താനാകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സമരത്തിൽ പങ്കെടുത്ത 50 പേർ BJPയിൽ ചേർന്നു. വഖഫ് ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പം സമരവേദിയിൽ ആഹ്ലാദ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും മുദ്രാവാക്യങ്ങൾ. മണിക്കൂറുകൾക്കുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മുനമ്പത്ത്. സമരത്തിന്റെ മുഖമായ ബെന്നി ജോസഫ്, നമ്മുടെ നരേന്ദ്രമോദിജി സർക്കാരും പാർലമെന്റായ ലോക്സഭയും രാജ്യസഭയിലും ഇന്നലെ മിന്നാന്നും ഈ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ഒരു ബില്ല്, വഖഫ് അമെൻമെന്റ് ബിൽ പാസ്സായി. ഇന്ന് മുതൽ അത് ലോ ആവുന്നു. മുനമ്പം സമരത്തിന്റെ ഭാഗമായ 50ഓളം പേർ BJPയിൽ അംഗത്വമെടുത്തു. പിന്നാലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം പ്രതീകാത്മകമായി BJP പ്രവർത്തകർ കടലിൽ താഴ്ത്തി. മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിന് പോംവഴികളുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. സമരം വീണ്ടും ശക്തമാക്കുമെന്ന് ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നു. റവന്യൂ രേഖകൾ ലഭിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. സമരം തുടരും, നിരാഹാര സമരം തുടരും. ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ വഖഫിന്റെ എല്ലാ നിയന്ത്രണങ്ങളും, ഈ ഭൂമിയുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായി ഗവൺമെന്റ് റവന്യൂ രേഖകൾ, റവന്യൂ രജിസ്റ്ററിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചു തരണം റവന്യൂ രേഖകളെല്ലാം തന്നെ. അതേസമയം മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച ഇടക്കാല വിധി പറയും. 24 കൊച്ചി. പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് BJP നേതാക്കൾ ആവർത്തിക്കുന്നു. മുനമ്പത്തെ പ്രശ്നം ബില്ലിലൂടെ പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് UDF-ന്റെയും LDF-ന്റെയും വാദം. സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ലീഗിന്റെ തീരുമാനം. വഖഫ് ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പം സമരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധിച്ചത് BJPക്ക്. 50 പ്രദേശവാസികളാണ് BJPയിൽ അംഗത്വമെടുത്തത്. വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ സർ. നിങ്ങൾ ഇപ്പം കിടന്നൊരു അങ്കലാപ്പ് ഉണ്ടാക്കാതെ, ഇത് വരികയില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ? JPC-യിൽ ഇട്ടത് കത്തിച്ചു കളയുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ? മുനമ്പം സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നാഴികക്കല്ലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. മുനമ്പത്തെ പ്രതിഷേധം തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് അവർ തെറ്റിദ്ധാരണ കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുത്ത അതിശക്തമായ നിലപാടാണ്. ഒരു മതവിശ്വാസങ്ങളുടെയും മത ആചാരങ്ങളുടെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അധികാരം ഉപയോഗിച്ച് അത് കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. ബില്ലിനെതിരായ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ചു. വഖഫ് ഭേദഗതി നിയമം മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും മുനമ്പത്തെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന വ്യവസ്ഥയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് RSPയുടെ നിലപാട്. ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലുള്ള മതാവകാശങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ഒരു കടന്നുകയറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബില്ലിൽ പാർട്ടിയുടെ നിലപാടാണ് പാർലമെന്റിൽ വ്യക്തമാക്കിയതെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് 24. ലോക്സഭയിലെ വഖഫ് ബിൽ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാത്തത് ന്യായീകരിക്കാനാകില്ല എന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലാണ് ഈ വിമർശനം. ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ മതേതരത്വത്തിനുമെതിരെ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് വഖഫ് ബിൽ. ഇനിയുള്ള നിയമ പോരാട്ടത്തിൽ ആരൊക്കെ എവിടൊക്കെ ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ഭാവി ഇന്ത്യയെന്നും പത്രത്തിൽ പറയുന്നു.
അതേസമയം വഖഫ് ബില്ലിനെ എതിർത്ത കോൺഗ്രസ് CPM നിലപാടിനെ വിമർശിച്ച് കത്തോലിക്ക സഭ മുഖപത്രം ദീപിക മുഖപ്രസംഗം എഴുതി. കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കോൺഗ്രസും CPM-ഉം അവഗണിച്ചു എന്നാണ് ദീപിക മുഖപ്രസംഗത്തിലെ കുറ്റപ്പെടുത്തൽ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികരടക്കം ആക്രമിക്കപ്പെട്ടതിൽ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേസെടുത്തു പോലീസ്. സംഭവം നടന്ന് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതിനിടെ ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യത്തോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്ഷുഭിതനായി പ്രതികരിച്ചു. സുരേഷ് ഗോപിക്കെതിരെ മർദ്ദനമേറ്റ വൈദികന്റെ കുടുംബം രംഗത്തെത്തി. ജബൽപൂർ സംഭവം ഇന്നും പാർലമെന്റിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. പോലീസിന്റെ മൂക്കിന് താഴെ SP ഓഫീസിന് മുന്നിൽ നടന്ന ആക്രമണം. എന്നിട്ടും നവരാത്രി കഴിഞ്ഞ് കേസെടുക്കാമെന്ന വിചിത്ര നിലപാടിലായിരുന്നു പോലീസ്. പല കോണിൽ നിന്നും കടുത്ത വിമർശനമുയർന്നതോടെയാണ് 4ാം ദിനം FIR ഇട്ടത്. ആക്രമണ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കണ്ടിട്ടും പ്രതികളെ പിടികൂടാൻ ഇപ്പോഴും മടിക്കുകയാണ് പോലീസ്. ആക്രമണം നടത്തിയ VHP ബജ്രംഗ് ദൾ പ്രവർത്തകരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ലെന്നിരിക്കെ ആരുടെയും പേര് FIR-ലില്ല. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം. ആദ്യം ആദിവാസികളടക്കമുള്ള തീർത്ഥാടക സംഘത്തെ, പിന്നാലെ വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ വൈദികരെ. നിയമം നിയമത്തിന്റെ വഴിയെന്ന് പറയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചോദ്യങ്ങളോട് പക്ഷേ മറുപടി ഇങ്ങനെ: ഇതാണ് കുത്തിത്തിരിപ്പ്. ഇതാണ് കുത്തിത്തിരിപ്പ്. എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കുമെന്ന് സുരേഷ് ഗോപി പറയുന്നതല്ലാതെ നീതി കിട്ടുന്നില്ലെന്ന് മർദ്ദനമേറ്റ ഫാദർ ഡേവിസ് ചിറമേലിന്റെ കുടുംബം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി ഒരു വഴി ചെയ്യണം. ഇതല്ലാണ്ട് ക്രിസ്ത്യൻസിന് ദ്രോഹം ചെയ്യാം, വേറൊരാൾക്ക് നല്ല ഗുണം ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മധ്യപ്രദേശിൽ നേരത്തെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 24 മുംബൈ. ഗോകുലം ഗ്രൂപ്പിന്റെ വിവിധ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ചെന്നൈയിൽ ഗോകുലം ചിറ്റ്സ് ഫണ്ട് ആസ്ഥാനത്തും കോഴിക്കോട് ഗോകുലം മാൾ, ഗോകുലം ഗ്രാൻഡ് എന്നിവിടങ്ങളിലും ഗോകുലം ഗോപാലന്റെ ചെന്നൈയിലെ വസതിയിലുമായിരുന്നു പരിശോധന. അതേസമയം പരിശോധനയിൽ പ്രതികരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തി. എമ്പുരാൻ സിനിമയ്ക്കെതിരായ BJP നിലപാടാണ് ED നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന്റെ തെളിവാണെന്ന് CPM PB അംഗം മുഹമ്മദ് സലീം വിമർശിച്ചു. പ്രതികാര നടപടിയെന്ന NK പ്രേമചന്ദ്രനും വേട്ടയാടലെന്ന് MV ജയരാജനും കുറ്റപ്പെടുത്തി. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള RSS ശ്രമമെന്ന് DYFI പ്രതികരിച്ചു. എന്നാൽ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലല്ല പരിശോധനയെന്ന് മുൻ മന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ പ്രതികരിച്ചു. അതിപ്പോൾ ആ സിനിമ കൊണ്ടുവന്നാണെന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റേ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് വാരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഗോപാലിന് വീട്ടിൽ ED കയറാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. I was saying that how the agencies, now you have added not only the central agencies but some of the state agencies, the state government run by the BJP, they use it for political purpose. Now the producers of the film are being targeted. എമ്പുരാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സിനിമ പ്രദർശനം ആരംഭിച്ച് 2 ആഴ്ചക്കുള്ളിൽ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ BJP മുന്നോട്ട് വെക്കുന്ന പകപോക്കൽ രാഷ്ട്രീയമാണ്. എമ്പുരാന്റെ വിവിധ ഭാഗങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി അണിയറ പ്രവർത്തകരെ നിർബന്ധിക്കും വിധത്തിലുള്ള സംഘപരിവാർ നേതാക്കളടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യക്തിഹത്യകൾ, അതിൻ്റെ കൂടി ഭാഗമാണ് നിർമ്മാതാവിന് നേരെ നടന്ന ED പരിശോധന. എമ്പുരാൻ സിനിമയ്ക്കെതിരായി ആ സിനിമയുടെ നിർമ്മാതാവിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി EDയെ അന്വേഷണ സംവിധാനത്തെല്ലാം അവർ ദുരുപയോഗിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ പ്രൊഡ്യൂസറുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ റെയ്ഡ് നടക്കുക. ഇതെന്താ വടക്കേ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയാണെന്ന് ഇവർ കരുതിയത്? ഇതെന്താ വെള്ളരിക്കാപട്ടണമോ? ആ ഏജൻസികൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയുമല്ല പ്രവർത്തിക്കുക. ആ ഏജൻസികൾക്ക് കിട്ടുന്ന വിവരങ്ങൾ, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ നിയമപരമായിട്ട് നടപടിയെടുക്കാൻ
ഉതകുന്ന യാതൊന്നുമില്ലെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന് പിന്നിൽ വൻ ശൃംഖല. ഒന്നാം പ്രതി തസ്ലിമ സുൽത്താന തമിഴ്നാടിനും കേരളത്തിനും പുറമെ കർണാടകയിലും ലഹരി വിൽപ്പന നടത്തിയതായി കണ്ടെത്തൽ. തസ്ലിമയുടെ കർണാടകത്തിലെ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങളും എക്സൈസിന് ലഭിച്ചു. ലഹരി കടത്താൻ ഉപയോഗിച്ച കാർ എറണാകുളത്ത് നിന്നാണ് വാടകയ്ക്കെടുത്തത്. എക്സൈസ് അന്വേഷണത്തിൽ മറ്റൊരു സ്ത്രീയുടെ പേരിലാണ് വാഹനം എടുത്തതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. അവർക്കായുള്ള അന്വേഷണത്തിലാണ് തസ്ലീമ സുൽത്താന തന്നെ തന്റെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് വാഹനം വാടകയ്ക്ക് എടുത്തതാണെന്ന് ബോധ്യപ്പെട്ടത്. കഴിഞ്ഞ 3 വർഷമായി മലയാള സിനിമാ മേഖലയിൽ ഇവർ ലഹരി വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രിസ്റ്റീന എന്നാണ് ഇവരുടെ വിളിപ്പേര്. കണ്ണൂരിലും ചെന്നൈയിലും തസ്ലീമ സുൽത്താന എന്നും കർണാടകയിൽ മഹിമ മധു എന്ന പേരിലുമായിരുന്നു ഇവരുടെ ഇടപാടുകൾ. കർണാടകയിൽ ഉപയോഗിച്ചു വന്നിരുന്ന മഹിമ മധു എന്ന ID കാർഡ് എക്സൈസിന് ലഭിച്ചു. 6 കിലോ പുഷ് കിട്ടി എന്ന ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയുടെ ചാറ്റ് വിവരങ്ങളും പുറത്തായി. വിൽപ്പനക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ പേരാണ് പുഷ്. ബംഗളൂരിൽ നിന്ന് 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവർ കേരളത്തിലേക്ക് എത്തിച്ചത്. അതിൽ 3 കിലോ മാത്രമാണ് പിടിച്ചെടുത്തത്. ഇതോടെ 2 കോടി രൂപ വില വരുന്ന ബാക്കി 3 കിലോ എവിടെയെന്നതും എക്സൈസ് അന്വേഷിക്കുകയാണ്. വാടകയ്ക്കെടുത്ത വാഹനത്തിൽ GPS ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ എവിടെയെല്ലാം ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്, എത്ര സമയം ഇവർ ചിലവഴിച്ചു തുടങ്ങിയ വിവരങ്ങളും എക്സൈസിന് ലഭിക്കും. ഇതിലൂടെ മറ്റു പ്രതികളിലേക്ക് എത്താമെന്നാണ് എക്സൈസ് കണക്കുകൂട്ടുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ പെൺവാണിഭ കൊട്ടേഷൻ സംഘങ്ങളുമായി അടുത്ത ബന്ധമാണ് തസ്ലീമ സുൽത്താനയ്ക്കുള്ളത്. 24 ആലപ്പുഴ. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 നടത്തുന്ന SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് ഞായറാഴ്ച തുടക്കമാകും. തൃശ്ശൂരിൽ രാവിലെ 7 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് മോർണിംഗ് ഷോയോടെയാണ് യാത്ര തുടങ്ങുന്നത്. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് യാത്ര ഈ മാസം 20-ന് കോഴിക്കോട് ബീച്ചിൽ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് മഹാസമ്മേളനത്തോടെ സമാപിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയുടെ ആദ്യഘട്ടം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച യാത്ര തൃശൂരിലെത്തിയപ്പോൾ ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പോരിനിറങ്ങി. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന് നാടും നഗരവും ആർത്തു വിളിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടെ ആത്മാർത്ഥതയോടെ SKN ഞായറാഴ്ച മുതൽ വീണ്ടും കേരള യാത്ര തുടങ്ങും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്നുള്ള പ്രത്യേക മോർണിംഗ് ഷോയോടെയാണ് 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മാസം 6-7 തീയതികളിൽ യാത്ര തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. 8-9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. 13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17, 18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിലാണ് യാത്രയുടെ സമാപനം. സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് 24. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി 24 ലഹരി വിൽപ്പന ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. 1800-425-4295 ആണ് ടോൾ ഫ്രീ നമ്പർ. ആശാ വർക്കേഴ്സുമായുള്ള ആരോഗ്യമന്ത്രിയുടെ തുടർ ചർച്ച വൈകും. സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. പഠനസമിതിയെ നിയോഗിക്കാമെന്ന സർക്കാർ നിർദ്ദേശം അംഗീകരിക്കില്ല എന്നാണ് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ നിലപാട്. ഇന്നലെ നടന്ന ചർച്ച പരാജയമായതോടെ ഇന്ന് വീണ്ടും ചർച്ചയെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ സമരക്കാരെ ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചു. പഠനസമിതിയെ നിയോഗിക്കാമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഓണറേറിയം വർധന ഉൾപ്പെടെ പഠനസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാമെന്ന് സർക്കാർ പറയുന്നു. ഈ നിർദ്ദേശം മറ്റെല്ലാ സംഘടനകളും അംഗീകരിച്ചു. എന്നാൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഈ തീരുമാനം അംഗീകരിച്ചില്ല. ഓണറേറിയം വർധനയല്ലാതെ ഒരു സമവായത്തിനും സമരക്കാരില്ല. ഇനിയൊരു കമ്മിറ്റിയെ വെച്ചിട്ട് പഠിച്ച് 3 മാസം കഴിയുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രപ്പോസൽ വെച്ചു. ഓണറേറിയത്തിന്റെയും വിരമിക്കൽ ആനുകൂല്യവും സംബന്ധിച്ച് ഈ കമ്മിറ്റി പഠിക്കേണ്ട കാര്യമില്ല, അത് സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മുൻപിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 54-ാം ദിവസത്തിലാണ്. നിരാഹാര സമരം 16 ദിവസം പിന്നിട്ടു. തീരുമാനമായില്ലെങ്കിൽ പുതിയ സമര രീതികൾ ഉൾപ്പെടെ പരീക്ഷിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 24 തിരുവനന്തപുരം.
തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തുമെന്ന് സുരേഷ് ഗോപി. ഇരു ദേവസ്വം ഭാരവാഹികളെയും ചർച്ചയിൽ പങ്കെടുപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പെസോ നിയമ ഭേദഗതിയെ തുടർന്ന് പൂരം വെടിക്കെട്ട് അനിശ്ചിതത്വത്തിലായതിനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമാകാത്തതിനെയും പാറമേക്കാവ് ദേവസ്വം പരസ്യമായി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വെടിക്കെട്ട് അനിശ്ചിതത്വത്തിന് പരിഹാരം കാണാനുള്ള കേന്ദ്രമന്ത്രിയുടെ നീക്കം. ഞാനൊരു MP എന്ന നിലയ്ക്കല്ല, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. എനിവേ we'll sit across a table. We'll have the officers. We will also call the stakeholders and arrive at a final decision എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. റൗണ്ടിലേക്ക് ഈ വർഷം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും സ്റ്റാറ്റസ് കോ എങ്കിലും നിലനിർത്താനുള്ള മാർഗമാണ് നോക്കുന്നത്. അതിനിടെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ യുക്തിപരമായ തീരുമാനത്തിൽ അന്വേഷണം എത്തിച്ചേരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ വർഷത്തെ പൂരം ശരിയായി നടത്തണം. മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായ വ്യവസ്ഥകളോടെയുമാകണം പൂരം നടത്തിപ്പ്. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ നിയമപരമായി തന്നെ നേരിടണം. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടം വേണമെന്നും DGPയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടറും SP-യും കാര്യങ്ങൾ ഏകോപിപ്പിക്കണം. പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി. 24 തൃശൂർ. എറണാകുളം വാഴക്കുളം പാരിയത്തുകാവിൽ ഒഴിപ്പിക്കൽ നടപടി ഇന്നും നടന്നില്ല. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അഭിഭാഷക കമ്മീഷൻ മടങ്ങി. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനായി 13ാം തവണയാണ് അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിൽ സ്ഥലത്തെത്തിയ അഭിഭാഷക കമ്മീഷനും റവന്യൂ ഉദ്യോഗസ്ഥർക്കുമെതിരെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചു. പോലീസ് നടപടിയിലേക്ക് നീങ്ങാൻ തയ്യാറെടുത്തതോടെ ഡീസൽ ദേഹത്തൊഴിച്ച് പ്രതിഷേധം. അളവെടുക്കൽ അടക്കം പൂർത്തിയാക്കാതെ അഭിഭാഷക കമ്മീഷന്റെ ഒരു നടപടിയുമായും സഹകരിക്കില്ലെന്നും പുനരധിവാസം ഉറപ്പാക്കാതെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്നും സമരസമിതി. ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട 8 കുടുംബങ്ങളെ കുടിയെഴുപ്പിക്കുക എന്ന നിലപാടിനകത്ത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള പുനരധിവാസം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധ്യമാകൂ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പോലീസ് സഹകരിക്കുന്നില്ലെന്ന കമ്മീഷന്റെ റിപ്പോർട്ടിൽ കോടതി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ലക്ഷണങ്ങളോടെ 40കാരി ചികിത്സ തേടി. മലപ്പുറം സ്വദേശിനിയാണ് ചികിത്സ തേടിയത്. സ്ത്രീയുടെ ശവ പരിശോധന നടക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ അഭിജിത്ത് മുഴക്കുന്ന വിവരം നൽകും. കോഴിക്കോട്ട് നിന്ന് അഭിജിത്ത്, ഇതിൽ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? നിപ ലക്ഷണങ്ങളോടെയാണോ ചികിത്സ തേടിയത്? പ്രാഥമിക പരിശോധന ഒരുപക്ഷെ പൂർത്തിയായി കാണുമല്ലോ അല്ലേ? വിജയകുമാർ, ഈ സ്ത്രീയുടെ സ്രവം ശേഖരിച്ചിട്ടാണുള്ളത്. കോഴിക്കോടുള്ള വൈറോളജി ലാബിൽ നിന്ന് ഈ സ്രവത്തിന്റെ പരിശോധനാ ഫലം നാളെ രാവിലെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ നിപ്പയാണോ എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണം വരൂ. നിലവിലിപ്പോൾ നിപ്പ രോഗലക്ഷണങ്ങളോടെയാണ് ഈ 40കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായി മലപ്പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്ത്രീ ചികിത്സയിലായിരുന്നു. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയാണ്. അതിനെ തുടർന്ന് ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷവും ഈ രോഗലക്ഷണങ്ങൾ അതേപടി തുടരുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുന്നത്. ഇന്ന് വൈകിട്ടോടെയാണ് ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. അതിനുശേഷം ഇവരുടെ സ്രവം ശേഖരിക്കുകയും അത് കോഴിക്കോടുള്ള വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലമാണ് നാളെ വരിക. അതിനുശേഷം മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. മറ്റ് പൂനെ വൈറോളജി ലാബിലേക്ക് ഈ സ്രവം അയക്കുന്നത് ഉൾപ്പെടെയുള്ള അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ? വിജയകുമാർ, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവരുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഡോക്ടേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഇപ്പോൾ പ്രത്യേക നിരീക്ഷണ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് ഡോക്ടേഴ്സ് നൽകുന്ന വിവരം.
പ്രത്യേക നിരീക്ഷണ വാർഡിലാണ് ഉള്ളത്. നാളെ ഇപ്പോൾ ഈ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ മറ്റ് നടപടികൾ, മറ്റ് ചികിത്സ എന്നതിലേക്കൊക്കെ കടക്കാൻ കഴിയുകയുമുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ 6 മാസം മുൻപാണ് മലപ്പുറം വണ്ടൂരിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് നിപ്പ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ മരണം സംഭവിക്കുകയും ചെയ്തതാണ്. പിന്നീട് ഇപ്പോൾ 6 മാസത്തോളമായി അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതായാലും വീണ്ടും ഇങ്ങനെ ഒരു സംശയം ഇവിടെ ഉണ്ടാവുകയാണ്. രോഗലക്ഷണങ്ങളോടെയാണ് ഈ 40-കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. നിലവിൽ ഇവർ പ്രത്യേക വാർഡിൽ ഇവർ നിരീക്ഷണത്തിലാണ്. യെസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിപ ലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സ തേടിയത്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. നാളെയോടുകൂടി അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന്. റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.